എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡി ബാബു. എൻ്റെ സ്ഥലം മഞ്ഞക്കാല, പറങ്കിമാമുകൾ ജംഗ്ഷൻ. ഞാൻ ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിലായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഗൾഫിന് പോകണമെന്നുള്ളൊരു അഭിപ്രായം എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞു. എനിക്കും അതിന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് പലരുമായിട്ട് ഇങ്ങനെ ആലോചിച്ച സമയത്ത് അന്നൊന്നും നമുക്ക് ശരിയായില്ല. എന്നിട്ട് ലാസ്റ്റിൽ ഞാൻ ബോംബെയിൽ പോയി. ബോംബെയിൽ പോയിട്ട് തിരിച്ച് നാട്ടിൽ വരുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ മസ്കറ്റിലുണ്ടായിരുന്നു. പുള്ളിയാണ് എനിക്ക് വിസ റെഡിയാക്കി തന്നത്. 1 മാസത്തിനകം കയറി ചെല്ലണമെന്ന് പറഞ്ഞ് അങ്ങനെ 1 മാസത്തിനകം ഞാൻ കയറിപ്പോയി. ഞാൻ ഇവിടുന്ന് ഫ്രീ വിസയിലാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് എനിക്ക് ജോലിയൊന്നും നമ്മൾ ഉദ്ദേശിച്ച ജോലിയൊന്നും കിട്ടിയില്ല. ഞാനൊരു ടെക്നീഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് ഉദ്ദേശിച്ച ജോലി ഫ്രീ വിസ ആയതുകൊണ്ട് എനിക്ക് ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ല. എങ്കിൽ തന്നെയും ഞാനൊരു വർക്ക്ഷോപ്പിൽ ജോലിക്ക് വേണ്ടി ചോദിച്ചു. അവർ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ജോലിക്ക് അവിടെ ചെന്ന് കയറി. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള, ശമ്പളം വളരെ കുറവാണ്. മസ്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശമ്പളം കുറഞ്ഞ ഒരു ടൈമാണ് ഞാൻ പോകുന്ന ടൈം. ഏതാണ്ട് 90കളിലാണ് ഞാൻ പോകുന്നത്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഇന്ത്യൻ മണി 1000 രൂപയ്ക്ക് അവിടുത്തെ 22 റിയാൽ 500 ഫിൽസ് വേണം. അപ്പം അന്ന് കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 റിയാലാണ് ശമ്പളം കിട്ടുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് ഫുഡില്ല, അക്കോമഡേഷനില്ല. അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് കൊടുത്ത് വേണം താമസിക്കാൻ. അങ്ങനെ കൂട്ടുകാരുടെ കൂടാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ജീവിതമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു ജീവിതം എന്ന് വേണം പറയാൻ. കാരണം നമുക്കതിനകത്ത് മാസം ശമ്പളം കിട്ടുമ്പോൾ 70 റിയാലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ഫുഡും അക്കോമഡേഷനും ചിലവും കഴിഞ്ഞിട്ട് എനിക്കൊരു 1500-2000 രൂപയെ എനിക്ക് വീട്ടിലയക്കാൻ കിട്ടത്തുള്ളായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ കഷ്ടപ്പാട്. എൻ്റെ 2 സഹോദരിമാരാണ്. മൂത്ത ആളുടെ പേര് ഗ്രേസി, രണ്ടാമത്തെ ആളുടെ പേര് സാലി. അപ്പച്ചനും അമ്മച്ചിയുണ്ട്. അങ്ങനെ ഞാൻ അവിടെ പോയി 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ മൂത്ത സഹോദരിക്ക് ഒരു വിവാഹാലോചന വന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ അവിടെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ ഇങ്ങനൊരു ആലോചന വന്നിട്ടുണ്ട്, നമുക്ക് പറ്റുമെങ്കിൽ നടത്തണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, നോക്ക്, നമുക്ക് പറ്റുമെങ്കിൽ നടത്താം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി കണ്ടു. മൂത്ത പെങ്ങളെ കെട്ടിച്ചിരിക്കുന്നത് കുമ്പഴ വടക്കുപുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവർ വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ കല്യാണം ഉറപ്പിച്ച്. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടി നിൽക്കുന്ന, പിന്നെ കൂട്ടുകാരുടെ കയ്യിൽ നിന്നൊക്കെ കുറച്ചൊക്കെ പൈസയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ ശമ്പളവും 1-2 മാസത്തെ ശമ്പളമൊക്കെ വെച്ചിട്ട് അന്നത്തെ കല്യാണ ചെലവിന് വേണ്ടിയിട്ടുള്ള പൈസ അന്ന് ഞാൻ അയച്ചു കൊടുത്തു. പപ്പായും കുറച്ച് പൈസയൊക്കെ ഇട്ടിട്ടാണ് അന്ന് കല്യാണ ചെലവിനുള്ള പൈസ കൊടുത്തിട്ടാണ് മൂത്ത സഹോദരി കെട്ടിക്കുന്നത്. അതിന് ശേഷം പിന്നെ വിവാഹ സമയത്ത് ഞാൻ നാട്ടിലില്ല അവിടെ. കാരണം ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള പൈസ തീർന്നു പോകും. അപ്പോൾ എനിക്കിവിടെ അയച്ചു കൊടുക്കാൻ കാരണം അന്ന് അത്ര ശമ്പളമില്ല. അതുകൊണ്ട് അയച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, പൈസ കാണത്തുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തു, വിവാഹം നടത്തിക്കോ, കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞ് അത് നടന്നു. നാട്ടിൽ വന്ന ശേഷമാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. എൻ്റെ വിവാഹം നടന്ന് 6 മാസത്തോളം ഞാൻ ഇവിടെ നിന്നതിന് ശേഷം ഞാൻ ഗൾഫിലോട്ട് വീണ്ടും തിരിച്ചു പോയി. അവിടെ ചെന്നിട്ടും ജോലിക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഫ്രീ വിസ ആയതുകൊണ്ട് നമുക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല. വിസയ്ക്ക് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് വേണം, നാട്ടിൽ വരണമെങ്കിൽ അപ്പ് ഡൗൺ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വേണം. അങ്ങനെ പിന്നെ അറബിക്ക് മാസം കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്.
അതിന് 10 റിയാൽ നമ്മൾ വെച്ച് കൊടുക്കണം. അങ്ങനെ എല്ലാം കൂടെ ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ എനിക്ക് ശമ്പളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ പാർട്ട് ടൈം വർക്ക് കൂടെയൊക്കെ ചെയ്യും. പുറത്ത് പോയിട്ട് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് പാർട്ട് ടൈം വർക്ക് കൂടെയൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഏതാണ്ട് ഒരു 6 വർഷത്തോളം ഞാൻ അവിടെ നിന്ന്. നാട്ടിൽ ആയിരുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസങ്ങളിലും എൻ്റെ പപ്പായും മമ്മിയും പിന്നെ ഞങ്ങളുടെ സഹോദരിമാരും അന്ന് ആ ടൈമിൽ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിച്ചതിന് ശേഷവും ഞങ്ങൾ ഒരുമിച്ച് ദേവാലയത്തിൽ പോവുകയും ദൈവത്തെ ആരാധിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിസ വന്നിട്ട് പോകുന്ന സമയത്ത് അവിടെ ചെന്ന് ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ദൈവത്തെ ആരാധിപ്പാൻ അന്ന് ഒരു പള്ളിയില്ല. അപ്പം അത് വളരെ ഒരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. കാരണം നമ്മളിവിടെ ഇത്രയും ആത്മീയമായ രീതിയിൽ ജീവിച്ചു പോയിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ദൈവത്തെ വിളിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമം നമുക്ക് വളരെ ഇതായിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ കയറി കുളിച്ചൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ വെച്ചിട്ട് എൻ്റെ ബൈബിളുണ്ട്, ബൈബിളെടുത്ത് അവിടെ ഇരുന്ന് ഒരു ചെറിയ പാട്ട്, കാരണം മറ്റുള്ളവരൊക്കെ ഹൈന്ദവരാണ്. അപ്പം നമ്മൾ ആ സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതല്ലോ എന്ന് വിചാരിച്ച് ഞാനത് എൻ്റെ മനസ്സിൽ പാടുകയും പിന്നെ ബൈബിൾ അവിടെ ഇരുന്നുകൊണ്ട് ചെറുതായിട്ട് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് മസ്കറ്റിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ദൈവാലയത്തിൽ പോകാനോ ഒന്നും സാധിച്ചിട്ട് വീട്ടിലിരുന്ന് വായിക്കുക പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ വിഷമം എനിക്കുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആ രീതിയിലല്ല ജീവിച്ച് ദൈവത്തെ വിളിച്ച് ഞങ്ങൾ കുടുംബമായിട്ട് മാതാപിതാക്കൾ ഒരുമിച്ച് സഹോദരിമാർ ഒരുമിച്ച് ദേവാലയത്തിൽ പോയിക്കൊണ്ടിരുന്ന. അപ്പോൾ അത് നമുക്ക് സാധിക്കാതെ വന്നപ്പോൾ നമുക്കതൊരു വലിയ വിഷമമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു ഉപജീവനമാണല്ലോ, അതുകൊണ്ട് നമ്മളങ്ങനെ പിടിച്ചു നിന്നു. അങ്ങനെയാണ് 6 വർഷം അവിടെ നിന്നത്. അവിടെ നമുക്ക് ദേവാലയത്തിൽ പോകാനൊന്നുമുള്ള യാതൊരു ഇതുമില്ലായിരുന്നു. പള്ളിയും അങ്ങനെ ആരാധനകളോ ഒക്കെ ഒന്നും പോകാൻ സാധിക്കത്തില്ല. എങ്കിൽ തന്നെയും എൻ്റെ ദൈവം എന്നെ നടത്തിയ വിധങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ദിവസേന പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് ഇറങ്ങി ഡ്യൂട്ടി ചെയ്യാനും ഒക്കെ എനിക്ക് ദൈവം തമ്പുരാൻ അവസരം തന്നു. എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ തണുപ്പ് സമയത്ത് നല്ല തണുപ്പാണ്. പിന്നെ ഇതിനിടയ്ക്ക് കുമിഡിറ്റി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. കുമിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വേർത്തുകൊണ്ടേയിരിക്കും. റൂമിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വേർത്തൊലിച്ച് ഇങ്ങനെ നിൽക്കും. അങ്ങനെയൊക്കെ ഇറങ്ങി ജോലിക്ക് ഇറങ്ങിയാലും ചില സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് ശമ്പളമൊന്നും കിട്ടത്തില്ല. ശമ്പളമൊന്നും കിട്ടാതെ വിഷമിച്ചിട്ടുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ റൂം എപ്പോഴും നമുക്ക് പെർമനൻ്റായിട്ട് റൂമില്ല. അപ്പോൾ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഒരിടത്തുനിന്ന് ഒരു വർക്കിന് നമ്മൾ കയറി കഴിഞ്ഞ് അവിടെ കുറച്ച് നാൾ 2-3 മാസം ആരെങ്കിലും നാട്ടിൽ ലീവിന് പോകുന്ന സമയത്ത് നമ്മളവിടെ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ വർക്കില്ല അവിടെ. അപ്പോൾ പിന്നെയും ഇറങ്ങി നമ്മൾ പുറത്ത് പോയി ജോലി അന്വേഷിച്ച് പിടിച്ച് വരണം. അപ്പം എന്നിട്ട് പിന്നെ വേറെ റൂം നമ്മൾ വെക്കേറ്റ് ചെയ്യണം. ഏത് കമ്പനിയിലാണ് നമ്മൾ കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ നമ്മൾ കൂട്ടുകാരുടെ അടുത്തെല്ലാം പറഞ്ഞിട്ട് അവിടെ താമസിക്കാനേ പറ്റത്തുള്ളൂ. കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഫുഡോ അക്കോമഡേഷനൊന്നും ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ശമ്പള വർധനവോ നമ്മുടെ ഇവിടുത്തെ കണക്ക് മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വരണം. വിസ തീരുമ്പോൾ 2 വർഷത്തെ വിസയാണ് തരുന്നത്. ആ 2 വർഷത്തെ വിസ തരുന്ന സമയത്ത് വിസ തീരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശുണ്ടാക്കിയിട്ട് നമ്മൾ വിസ അടിച്ചോണം. അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ ആ സാഹചര്യത്തിൽ എനിക്കുണ്ടായിരുന്നു. എങ്കിൽ തന്നെ ദൈവം തമ്പുരാൻ അത് നടത്തി, അതേ പറയാനുള്ളൂ. അത് കഴിഞ്ഞ് ബഹ്റിനിലാണ് പോകുന്നത്. മസ്കറ്റിലെ പ്രവാസ ജീവിതം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 9 വർഷത്തോളം പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് ഞാനിവിടെ ഇങ്ങനെ വർക്കിന് പോയിക്കൊണ്ടിരുന്നതാണ്, വർക്ക്ഷോപ്പിൽ വർക്കിന് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും എനിക്കൊന്ന് പോകണം എന്ന് ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അങ്ങനെ എനിക്ക് ഒരു അവസരം ഒരു 9 വർഷം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ബഹ്റിനിലേക്ക് ഒരു വിസ ലഭിച്ചു.
ചോദിച്ചപ്പോൾ ഞാൻ കുറേ ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞിരുന്നു, എവിടെയെങ്കിലും ഒരു വിസ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണേ, നമുക്കെന്തെങ്കിലും കൊടുക്കാം, ഒന്നുകൂടെ പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അന്നൊക്കെ ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വിസ എനിക്ക് ബെർലിനിലേക്ക് ശരിയായി. ആ ടൈമിൽ ഞാൻ പോയി അവിടെ ചെന്ന് അവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഈ മസ്കറ്റിനേക്കായി കുറച്ച് വളരെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന കഷ്ടപ്പാടുണ്ട്, അവിടെയും കഷ്ടപ്പാടുണ്ട്. എങ്കിൽ തന്നെയും ആ കഷ്ടപ്പെടുന്നതിന് ഒരു പരിധി വരെ നമുക്കതിന് പ്രയോജനം ഉണ്ടായിരുന്നു. കാരണം പൈസ കൊടുത്തിട്ടാണ് പോയി അവിടെ ചെന്നിറങ്ങി ഞാൻ ഉദ്ദേശിച്ച ജോലി എനിക്ക് കിട്ടി. പറഞ്ഞ കമ്പനി തന്നെ ജോലി കിട്ടിയത് ഒരു മലയാളിയുടെ കമ്പനിയായിരുന്നു, വർക്ക്ഷോപ്പായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ജോലി ചെയ്തു. ഫസ്റ്റ് ശമ്പളം തന്നെ എനിക്ക് കിട്ടി. എനിക്ക് ഈ പറഞ്ഞ അന്ന് 18 രൂപ ശമ്പളം പറഞ്ഞാൽ പോയത്. അക്കോമഡേഷൻ തരും, ഫുഡില്ല. അത് തന്നു. പിന്നെ അങ്ങനെ അവിടെ ഞാൻ ഒരു 6.5 വർഷം ഞാൻ അവിടെ നിന്നു, ബഹ്റിനിൽ നിന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മസ്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വളരെ നല്ലതായിരുന്നു അവിടുത്തെ ഒരു ജീവിതം എന്ന് പറയുന്നത്. കാരണം ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റു രീതിയിലല്ല. നമുക്ക് ദേവാലയമുണ്ട്, ദേവാലയത്തിൽ പോകാനും ദൈവത്തെ ആരാധിക്കാനും ഒക്കെ അവിടെ അവസരം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അത് ഈ പറഞ്ഞ മാതിരി അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് അവിടുത്തെ ആരാധന, പള്ളിയിലെ ആരാധന. അപ്പോൾ ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്ക്ഷോപ്പ് സെക്ഷൻ ആയതുകൊണ്ട് റൊട്ടേഷൻ ലീവാണ്. അപ്പം വെള്ളിയാഴ്ച, വ്യാഴം, വെള്ളി, ശനി ഈ 3 ദിവസങ്ങളിൽ ആർക്കും അവധിയില്ല. അല്ലാത്ത ദിവസങ്ങളിൽ അവധിയുണ്ട്. പിന്നെ അവിടെയും ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്ററിനും ക്രിസ്മസിനും എൻ്റെ അളിയന്മാർ 2 പേരും അവിടെ ഉണ്ട്. ഒരു കുടുംബമായിട്ട് അവിടെ താമസിക്കുന്നു. പള്ളിയിലെ പ്രോഗ്രാം വരുന്ന സമയത്ത് അളിയൻ വണ്ടിയുണ്ട്, ഓഫീസിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. വണ്ടിയായിട്ട് വന്നിട്ട് എന്നെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ പോകാനൊക്കത്തുള്ളൂ. പോയിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുമായിരുന്നു. പിന്നെ ജോലിയെ സംബന്ധിച്ചിടത്തോളം 7 to 7 ഡ്യൂട്ടിയാണ്, റെസ്റ്റില്ല. ഉച്ചയ്ക്ക് ഓരോരുത്തർ പോയി ഭക്ഷണം കഴിക്കുക, തിരിച്ചു വരിക. കാരണം അവിടെ ഈ കാർ വാഷിങ്ങിൻ്റെ ഇതായതുകൊണ്ട് എപ്പോഴും വണ്ടികൾ നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, അവിടെ വണ്ടികൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് പെൻഡിങ്ങിലിടാനൊക്കത്തില്ല, അറബികൾ അങ്ങനെ നിൽക്കത്തില്ല. അപ്പം ഒരാൾ പോയി ആഹാരം കഴിച്ചിട്ട് വരിക, ആ ആൾ അവിടെ ഇരുന്നിട്ട് അടുത്ത ആൾ പോവുക. പിന്നെ പോയി അങ്ങനെ ഉച്ചയ്ക്ക് റെസ്റ്റ് കിട്ടത്തേ ഇല്ല. നമുക്ക് ഈ റെസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവധിയുള്ള ദിവസം മാത്രം റെസ്റ്റ് കിട്ടും. അപ്പോൾ അളിയൻ വിളിക്കും എന്നെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി അവിടെ വെയിറ്റ് ചെയ്തിട്ട് രാവിലെ പോയിട്ട് വെയിറ്റ് ചെയ്ത് അവരുടെ ഓഫീസിലൊക്കെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ അളിയൻ എന്നെ തിരിച്ച് ഹമാ ടൗണിലേക്ക് കൊണ്ടാക്കും. അങ്ങനെ ഒരു ജീവിതമുണ്ട്. പക്ഷേ അതുപോലെ തന്നെ പിന്നെ ഫുഡൊക്കെ ഞാൻ തന്നെ വെച്ച് കഴിക്കുമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ ചെന്ന് അവർക്കൊക്കെ ഒരു മാതൃകയായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ മറ്റ് മദ്യപാനങ്ങൾക്കോ മറ്റ് യാതൊരു വിധമായ ഇതിനും അത് ഇവിടെ വെച്ച് ഞാനങ്ങനെ ശീലിച്ചിട്ടില്ല. അവിടെ ചെന്നും അങ്ങനെയുള്ള യാതൊരു കൂട്ടുകെട്ടിലോ ഒന്നും എനിക്ക് പോകാൻ ഇട വന്നിട്ടില്ല. അത് ദൈവം എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ച് തന്ന ഒരു മാതൃക, അതേ എനിക്ക് കൂടുതലായിട്ടും പറയാനുള്ളൂ. അവർ എനിക്ക് വേണ്ടി, ഞങ്ങളുടെ സഹോദരിമാർക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ വളരെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യരാണ്. എൻ്റെ ഫാദർ മരിച്ച് 2004 മരിക്കുന്നത്. ഞാൻ ആ സമയത്ത് നാട്ടിലുണ്ട്. അമ്മ ഉണ്ട്, പ്രായമായിട്ടിരിക്കുന്നു, 84 വയസ്സുണ്ട്. പിന്നെ എനിക്ക് 2 മക്കൾ. മോൻ്റെ പേര് ഷിബിൻ ബാബു എന്നാണ്, മോളുടെ പേര് ഷിബി ബാബു എന്നാണ്. മാതാപിതാക്കൾ എനിക്ക് തന്ന ആ മാതൃക ഞാൻ അവർക്കും പകർന്നു കൊടുത്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ദേവാലയത്തിൽ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും മുടങ്ങാതെ പോവുകയും പിന്നെ കുർബാനയിൽ സംബന്ധിക്കുകയും ആരാധനയ്ക്ക് പോവുകയും, പിന്നെ ഞാൻ ഇടമിഷൻ്റെ ഒരു സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞ 1 വർഷക്കാലം എനിക്ക് പ്രവർത്തിക്കാൻ ദൈവം തമ്പുരാൻ അവസരം തന്നു. മസ്കറ്റിൽ അവിടെ പള്ളിയില്ലായിരുന്നു, പക്ഷേ ഇവിടെ പള്ളിയുണ്ട്. ഞാൻ മർത്തമ്മക്കാരനാണ്ട്, എൻ്റെ അളിയനൊക്കെ ഓർത്തഡോക്സ് സഭയിലാണ്. അപ്പം അവർ ആ സഭയിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അവിടുത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ സഭ നോക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവർ ആ പള്ളിയിൽ പോകുമ്പോൾ ഞാനും
അതിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഇതുപോലെ ക്രിസ്മസിനാണ് പോകുന്നത്. ക്രിസ്മസിന് പോയിട്ട് അളിയൻ എന്നെ വന്ന് വിളിച്ചു കൊണ്ടുവന്ന് ദേവാലയത്തിൽ ചെന്ന് അവരിതുണ്ട്, നമുക്കത്ര അറിയത്തില്ല, ഞാൻ വർത്തമാനമായതുകൊണ്ട് എങ്കിൽ തന്നെ നമ്മുടെ ആരാധനയായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അങ്ങനെ അവിടെ എല്ലാം കാണാനും അവിടെ അന്നും ഇന്നും ഒരു പള്ളിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പുറത്ത് കുരിശ് വെച്ച് അങ്ങനെ ആരാധിക്കാനോ അങ്ങനൊന്നും ബേറിനിലല്ല ഗൾഫ് രാജ്യങ്ങളിലെങ്ങും പറ്റത്തില്ല. പിന്നെ പള്ളിക്കകത്ത് കുരിശുണ്ട്, പിന്നെ നമ്മുടെ ത്രോണോസ് കാര്യങ്ങൾ മറ്റ് എല്ലാ സെറ്റപ്പുകളും പള്ളിക്കകത്തുണ്ട്. അങ്ങനെ ഞാനും അളിയന്മാർ 2 പേരുണ്ട് കുടുംബമായിട്ട്. ഞങ്ങൾക്ക് ദൈവത്തെ വിളിക്കാൻ ഒരു ക്രിസ്മസിന് പോയി ദൈവത്തെ വിളിക്കാനും കുർബാന ഒക്കെ അതിലൊക്കെ സംബന്ധിക്കാനും ഒക്കെ ദൈവം വളരെ ഒരു അവസരം ആ സമയങ്ങളിൽ എനിക്ക് തന്നു. നമ്മുടെ ഇവിടുത്തെ കണക്ക് പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. കാരണം ഗൾഫ് രാജ്യത്തെ വേറൊരു സിസ്റ്റം. ഇവിടെ എന്ന് പറഞ്ഞ് നമ്മൾ ഓപ്പണായിട്ട് നമ്മൾ ദേവാലയത്തിൽ പോകുന്നു, നമുക്ക് ദൈവത്തെ ഓപ്പണായിട്ട് ആരാധിക്കാൻ സാധിക്കുന്നു, അങ്ങനെയൊക്കെ പറ്റുമായിരുന്നു. അവിടുത്തെ സംബന്ധിച്ചിടത്തോളം പറ്റത്തില്ല. നമ്മുടെ ഈ വീട്ടിനകത്ത് ഇതുപോലെ തന്നെയാണ് പള്ളിക്കകത്ത് റൂം അടച്ചിട്ടിട്ട് ദൈവം ഓപ്പണായിട്ടൊന്ന് പുറത്തോട്ട് എത്തിച്ച് നമ്മുടെ ആരാധനയൊന്നും കേൾക്കാനോ എടുക്കാനോ ഒന്നും പാടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ഒത്തിരി സിസ്റ്റമുണ്ട് അവിടെ. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വേണേലും പിന്നെ ഞായറാഴ്ച ദിവസം പോയി നമ്മൾ പള്ളി തുറന്നു ദൈവത്തെ വിളിക്കും, ദൈവത്തെ ആരാധിക്കുന്നു, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്കൊരു പ്രസംഗം നടത്തണമെങ്കിൽ തന്നെ നമുക്ക് ഓപ്പണായിട്ട് നടത്താൻ സാധിക്കുന്നു, അങ്ങനെയൊക്കെ പറ്റും. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറ്റത്തില്ല. പിന്നെ അവിടുത്തെ സംബന്ധിച്ചിട്ട് ഈസ്റ്ററൊക്കെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000-2,000 ആൾക്കാരൊക്കെ കൂടും. അപ്പോൾ അവിടെ കേരള സമാജം എന്ന് പറഞ്ഞൊരു സമാജം ഉണ്ട്. അവിടെ വെച്ചാണ് ദുഃഖ വെള്ളിയാഴ്ചയിലത്തെ പെസഹ വ്യാഴാഴ്ച ആരാധന നടത്തുന്നത്. അങ്ങനായിരുന്നു അവിടെ ഇവിടെയായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഞാൻ പ്രവാസ ജീവിതത്തിൽ ബഹറിലായിരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് പോയി ഒരു 9 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ശരീരമായിട്ട് ഒരു എരണ്യയുടെ എരണ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ മദ്യപിക്കുന്നില്ല, മറ്റൊന്നും ചെയ്യുന്നില്ല. പക്ഷേ എന്തോ എനിക്കറിയില്ല, എരണ്യയുടെ ഒരു പ്രശ്നം എനിക്കൊരു സൈഡിലുണ്ടായിരുന്നു. ഞാനത് കുഴപ്പമില്ല, ഇതാണെന്ന് നമുക്കറിയത്തില്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജോലിക്കൊക്കെ ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നു. അത് പിന്നെ വന്നത് കൂടിയിട്ട് ഇങ്ങേ സൈഡിനുണ്ടായി, 2 സൈഡിനുമായി. ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് നിന്ന് ജോലി ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇരിക്കും, ഡ്യൂട്ടി ചെയ്തേ പറ്റത്തുള്ളൂ, ഇരിക്കും, പിന്നെ എഴുന്നേറ്റിരിക്കും. അങ്ങനെ ആ ഒരു ദിവസം പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഡ്യൂട്ടി ചെയ്തതിന് ശേഷം എനിക്ക് തീരെ ഒക്കുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ അളിയൻ്റെ അടുത്ത്, റോയി എന്ന് പറയും, അളിയൻ്റെ അടുത്ത് പറഞ്ഞ് അളിയൻ വണ്ടിയുമായിട്ട് വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഇത് എരണ്യയാണ്, ഇത് 2 സൈഡിലും ഉണ്ട്, അതുകൊണ്ട് അവിടെ ചെയ്യണമെങ്കിൽ ഒരു 2 ലക്ഷം രൂപ ആയോളം നമ്മുടെ ഇന്ത്യൻ മണി. അതുകൊണ്ട് അളിയൻ പറഞ്ഞു എന്നാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോയി അങ്ങ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ആ ടൈമിൽ ഞാൻ എമർജൻസി ആയിട്ട് കമ്പനി ഒന്ന് പറഞ്ഞു, മുതലാളി എന്നെ വിട്ടു. അങ്ങനെ വന്ന് നിംസ് ഹോസ്പിറ്റലിൽ നെയ്യാറ്റിൻകര അവിടെ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിൽ വന്ന് 1 മാസത്തോളം ഞാൻ റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ വീണ്ടും ജോലിക്ക് പോയി. പോയതിന് ശേഷം അവിടെ ചെന്നിട്ട് ഇതുപോലെ എനിക്ക് കണ്ണിന് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് യാതൊരു ഇതുമില്ല, അങ്ങനൊരു അസ്വസ്ഥതയില്ല. കാഴ്ചക്കുറവുണ്ടായിരുന്നു. അപ്പോൾ കണ്ണിവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ണാടി വെച്ചുകൊണ്ട് ഇവിടുന്ന് പോയി. ഞാനിവിടുന്ന് അവിടെ ചെന്ന് 28 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ രാത്രി കിടന്നുറങ്ങി, തലവേദനയും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റപ്പം എൻ്റെ ഈ വലത്തെ കണ്ണിന് കാഴ്ചയില്ലാതായി, ഒട്ടും കാഴ്ചയില്ല. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് അപ്പോൾ ആ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പൊടിക്കാറ്റ് ഉണ്ടാകുന്ന സമയം. ഞാൻ വിചാരിച്ചു ഇനി അതിൻ്റെ വല്ലതും ആയിരിക്കും, ഇവിടുന്ന് നാട്ടിൽ നിന്ന് ലീവും കഴിഞ്ഞ് ആണല്ലോ എന്ന് വിചാരിച്ച് നീ പറഞ്ഞ ഡ്യൂട്ടി ചെയ്തു, ഉച്ചവരെ ഡ്യൂട്ടി ചെയ്തിട്ട് നോക്കിയപ്പോഴും കണ്ണിന് യാതൊരു വ്യത്യാസം വരുന്നില്ല, കാഴ്ച കിട്ടുന്നില്ല. അങ്ങനെ അന്നും ഞാൻ അളിയൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ അളിയൻ വണ്ടിയായിട്ട് വന്നിട്ട്
എന്നെ കണ്ണാശുപത്രി കൊണ്ടുപോയി. ആശുപത്രി അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതുപോലെ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അതും ഈ പറഞ്ഞ മാതിരി അവിടെ ചെയ്യുകയാണെന്നെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും. അതുകൊണ്ട് ഇപ്പോൾ അളിയനെല്ലാം കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാന്നാൽ അളിയൻ പെട്ടെന്ന് തന്നെ നാട്ടിൽ പോകാനുള്ള സെറ്റപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നിട്ട് മുതലാളി അടുത്ത് പറഞ്ഞ് പുള്ളി പറഞ്ഞു ശരി പൊയ്ക്കുമെന്ന് പറഞ്ഞു. പിന്നെ അത് എൻ്റെ കയ്യിൽ നിന്ന് അന്ന് ആ 28 ദിവസത്തെ ജോലി ചെയ്ത പൈസയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ വലിയ കാര്യമായിട്ട് പറഞ്ഞു അതങ്ങനെയാണ് ഇങ്ങനെയാണ് വലിയ പ്രശ്നമാണ്, മറ്റേ കണ്ണിനും അങ്ങനെ സംഭവിക്കും എന്നൊക്കെ അവരൊത്തിരി ഇതായിട്ട് ഡയലോഗ് പറഞ്ഞു. ഞാനും വൈഫും കൂടെ അവിടെ പോയി ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഇതുപോലെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു രാവിലെ ഒരു 10 മണിക്ക് എന്നിട്ട് ഒരു 3 മണി വരെ കണ്ണ് ടെസ്റ്റ് ചെയ്തു വലതേ കണ്ണിൻ്റെ. അപ്പോൾ അവർ പറഞ്ഞു കാഴ്ച 95% കാഴ്ച കിട്ടും, 95% കാഴ്ച കിട്ടും, നല്ല കുഴപ്പമില്ല. പക്ഷേ റെസ്റ്റ് എടുത്തേ പറ്റത്തുള്ളൂ, 2 പ്രാവശ്യമായിട്ടേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നമുക്ക് കാഴ്ചയാണല്ലോ ആവശ്യം. എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ട് വന്നിട്ട് ഓപ്പറേഷൻ്റെ ടൈം പറഞ്ഞു. അങ്ങനെ ഞാനും വൈഫും കൂടെ പോയി. എൻ്റെ അളിയനുണ്ടായിരുന്നു, ഇളയ അളിയൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ജോലി ഉണ്ടായിരുന്നു, പുള്ളിയുടെ റെക്കമെൻഡിലാണ് പോയത്. അളിയനും കൂടെ വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. പിറ്റേന്ന് ഓപ്പറേഷൻ ചെയ്തു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പം തിരിച്ച് വീട്ടിൽ വിട്ടു. അവർ ടെസ്റ്റെല്ലാം ചെയ്തതിന് ശേഷം പറഞ്ഞ് ഈ കണ്ണിന് നരമ്പിന് ഒരു കീറലുണ്ട്, അതുകൊണ്ടാണ് ഈ കണ്ണിൻ്റെ റെക്റ്റിന തിരിഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്ത് ലെവലാക്കിയിട്ട് ഒരു 28 ദിവസം നമ്മൾ കമിഴ്ന്ന് തന്നെ കിടക്കണം. മരുന്നൊഴിക്കുക, ഫുഡ് കഴിക്കാനോ ബാത്റൂമിൽ പോകാനോ മാത്രമേ എഴുന്നേറ്റ് ഇരിക്കാനോ നടക്കാനോ ഒന്നും പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ കിടക്കുകയേ ചെയ്യാവൂ, കമന്ന് തന്നെ കിടക്കണം. അങ്ങനെ ഒരു 28 ദിവസം ഈ മരുന്ന് ഒഴിച്ചുകൊണ്ട് 28 ദിവസം ബെഡിൽ കിടന്നു. അതിനുശേഷം പിന്നെ വീണ്ടും ടെസ്റ്റിന് പോയി. 28 ദിവസം കഴിഞ്ഞെല്ലാം പറഞ്ഞു. അപ്പം അവിടെ ചെന്നപ്പം ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇനി ഒരു 2 മാസം കൂടെ കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് ലെൻസ് ഇടണമെന്ന് പറഞ്ഞു. അപ്പം ആദ്യം ഇട്ടത് ഒരു ചെറിയ ലെൻസാണ്. അന്നേരം നമുക്ക് ചെറിയ കാഴ്ചയുണ്ട്, എന്നാലും കാഴ്ചയുണ്ട്. പിന്നെ അതിൽ കൂടിയ ലെൻസ് ഏതാണ്ട് ഒരു നല്ലൊരു എമൗണ്ടിൻ്റെ ഇതായി. ലെൻസ് അങ്ങനെ ഇട്ടെങ്കിലേ പറ്റത്തുള്ളൂ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി അങ്ങനെ ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ആ ലെൻസ് ഇട്ട് അങ്ങനെ അവിടുന്ന് പിന്നെ നാട്ടിൽ വന്ന്. അപ്പോഴത്തേന് എനിക്ക് വിസ ഉണ്ടായിരുന്നു, അവർ തന്നെ കമ്പനിക്കാർ തന്നെ ക്യാൻസലാക്കി. അവർ ആ എമർജൻസി ആളിനെ വേണ്ടിയുണ്ട് ക്യാൻസലാക്കി. പിന്നെ ഞാൻ പോയില്ല. എനിക്കിതൊക്കെയും സംഭവിച്ചെങ്കിൽ തന്നെയും എന്നെ നടത്തിയ ദൈവത്തിന് ഞാൻ എപ്പോഴും അന്നും ഇന്നും നന്ദി പറഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത്. കാരണം ദൈവത്തെ വെറുത്ത് നമുക്ക് ജീവിപ്പാൻ ഏതൊരു സ്ഥാനത്ത് എവിടെ ആയിരുന്നാലും സാധിക്കത്തില്ല. ദൈവം തരുന്ന അനുഗ്രഹമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ, അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. നമ്മളെ കൊണ്ടൊന്നും നേടുവാനോ നമ്മുടെ സാമ്പത്തികം കൊണ്ടോ നമ്മുടെ ആൾബലം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു റെക്കമെൻഡേഷൻ കൊണ്ടോ ഒന്നും നമുക്ക് ഈ ലോകത്തിൽ ഒന്നും നേടുവാൻ സാധിക്കത്തില്ല. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയാണ് ഇന്നയോളം ഈ നിമിഷം വരെയും ഞങ്ങളെ കുടുംബത്തെയും എന്നെയും വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ദൈവത്തെ തമ്പുരാന് നന്ദി അർപ്പിക്കുന്നു.